പ്രായോഗികമായ തടസ്സങ്ങൾ കൊണ്ട് നീണ്ടുപോയ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഒടുവിൽ ആരംഭിക്കുന്നത്. തടസ്സങ്ങൾ മാറ്റി നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മന്ത്രിയുടെ സ്ഥലപരിശോധന. ബസ് സ്റ്റാൻഡിൻ്റെ നിർദ്ദിഷ്ട സ്ഥലം വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിക്ക് ഉടമസ്ഥാവകാശമില്ലാതെ കൈവശാവകാശത്തോടെ നൽകും. ഫുട്പാത്ത് ഭൂമി KSRTC വിട്ടു നൽകും. ബുധനാഴ്ച KSRTC മൊബിലിറ്റി ഹബിന് സ്ഥലം കൈമാറും. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 20 ദിവസത്തിനുള്ളിൽ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കും. തിരുവനന്തപുരത്ത് ഈ മാസം 29-ന് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ധാരണാപത്രം ഒപ്പിടുമെന്നും അതിനുശേഷം ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. ഒന്ന്, വാഹനം ഇവിടെ വരണം, അതിന് തിരിച്ചു പോകാൻ കഴിയണം. നേരത്തെ തന്നെ സ്മാർട്ട് സിറ്റി തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ ബഹുമാനായ മേയർ, ബഹുമാനായ MP, MLA ഇവരെല്ലാവരും, കളക്ടർ എല്ലാവരും ചേർന്ന് തന്നെ ചീഫ് സെക്രട്ടറിയും എല്ലാം ചേരുന്ന സംവിധാനം നേരത്തെ തന്നെ കൈമാറുമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഇത് മൊബിലിറ്റി ഹബിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് KSRTC ബസ്സുകൾക്ക് നഗരത്തിലേക്ക് വന്നു പോകുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത്. ബാക്കി ഇപ്പുറത്തെ ഭൂമി KSRTC തന്നെ വികസിപ്പിക്കും. ഇവിടെ കൊടുക്കുന്ന ഭൂമിക്ക് പകരമായിട്ട് മൊബിലിറ്റി ഹബിന് അതിനകത്ത് KSRTCക്ക് ഭൂമി നൽകുകയും ചെയ്യും. ഒരു വ്യക്തത വരുത്തി അധികം വൈകാതെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ബോർഡിന്റെ 12 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ നടപ്പിലാക്കുക. പുതിയ സ്റ്റാൻഡിൽ ബസ് ഷെൽട്ടർ, യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റ് തുടങ്ങിയവ ഒരുക്കും. ഇതോടെ കൊച്ചി നഗരത്തിന് KSRTCയുടെയും സ്വകാര്യ ബസ്സുകളുടെയും 2 ഹബ്ബുകൾ സ്വന്തമാകും. കരിക്കാമുറിയിലെ ഹബ്ബിനോട് ചേർന്ന് തന്നെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനും സൗത്ത് മെട്രോ സ്റ്റേഷനും എന്ന സൗകര്യം ഏറെ പ്രയോജനകരമാകും. ഹൈബി ഈഡൻ MP, നിയമസഭാംഗം TJ വിനോദ്, കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, KSRTC MD ബിജു പ്രഭാകർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.